Hello, welcome back to my YouTube channel. Actually, I'm shooting this video sooner than that I thought. ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് മേ ബി ഞാൻ നെക്സ്റ്റ് വീഡിയോ എടുക്കുന്നത് ആസ് ഐ ഓൾറെഡി മെൻഷൻ ചിലപ്പോൾ ഒരു 1 മന്ത് അറ്റ്ലീസ്റ്റ് ഒരു 1 മന്ത് അല്ലെങ്കിൽ ഒരു 2 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും. നോർമലി എൻ്റെ ഒരു പാറ്റേൺ അതാണ്. പക്ഷേ ഇന്ന് എന്തോ ഇന്നലെ ഉണ്ടായിരുന്ന അതേ മോട്ടിവേഷനോട് കൂടിയാണ് ഇന്നും എണീറ്റത്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന്. ആക്ച്വലി ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട്, അതായത് ഇൻസ്റ്റഗ്രാമിൽ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയ സമയത്ത് കുറേ പേര് എനിക്ക് ഇങ്ങനെ സജഷൻസ് ആയിട്ടും ക്യൂരിയസ് ആയിട്ടും പിന്നെ വീട്ടിൽ വരുന്നവരൊക്കെ ക്യൂരിയസ് ആയിട്ട് ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ആക്ച്വലി ഫ്രം ദ തംബ്നെയിൽ മനസ്സിലായി കാണും. അതായത് എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ, ഇവിടെയാണ് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരാൾ ആദ്യം കാണുന്നൊരു കാര്യമാണ് ഇവിടെ എൻ്റെ മുമ്പിലുള്ള ഒരു സാധനം. നന്നായിട്ട് പൊക്കി കാണിച്ചില്ല, ഇത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ക്യാബിൻ ബാഗ്. അപ്പോൾ ഈ ബാഗിൻ്റെ അകത്ത് എന്തിനാണ് ഈ ബാഗ് ഇവിടെ തന്നെ വെച്ചേക്കുന്നത് എന്നൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മുമ്പ് വിസെയറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറേ പേര് ഇങ്ങനെ പറഞ്ഞു, ഈ ബാഗിനകത്ത് എന്തിനായിരുന്നു ഈ ബാഗ് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചിലപ്പോൾ റോഡിൽ കൂടെയൊക്കെ ഒരു ക്രൂ നടന്നു പോകുമ്പോഴോ ഒക്കെ ഇങ്ങനെ ചിന്തിച്ച് കാണും, എന്തായിരിക്കും ഇവരുടെ ബാഗിനകത്ത് ഇത്രയും വലിയൊരു ബാഗും ചുമന്ന് എന്തിനാ പോണേ, ജസ്റ്റ് പോയിട്ട് തിരിച്ചു വരുന്ന ഫ്ലൈറ്റ് ആണെങ്കിലൊക്കെ എന്തിനാ ഈ ബാഗ് എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ ടുഡേയ്സ് വീഡിയോ ഈസ് അബൌട്ട് ദിസ് ബാഗ് ആൻഡ് വാട്ട്സ് ഇൻസൈഡ് ദിസ് ബാഗ്. അപ്പോൾ ഒരുപാട് നേരം അവിടെ നിന്നിങ്ങനെ വീഡിയോ എടുക്കുക എന്ന് വെച്ചാൽ കുറച്ച് പണിയുള്ള പരിപാടിയാണ്. അപ്പോൾ അത് കാരണം ഞാൻ ഇവിടെ വന്നിരുന്നു ബാഗൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് നേരെ വലിച്ചു നീട്ടാതെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ എൻ്റെ ബാഗിൽ, അതായത് ക്യാബിൻ ബാഗിൽ എപ്പോഴും അറ്റാച്ച്ഡ് ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഈ ഒരു സ്മോൾ ഹാൻഡ് ബാഗ് എന്ന് പറയുന്നത്. ഇത് ലേഡീസിൻ്റെ കയ്യിൽ മാത്രമേ കാണുള്ളൂ. മെയിൽ ക്യാബിൻ ക്രൂസിന് ഇതില്ല. മെയിൽ ക്യാബിൻ ക്രൂസിന് ഇതിനകത്തുള്ള സാധനങ്ങൾ ചിലതുണ്ട്, അത്രമാത്രം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യവും കൂടിയാണ്. ഞങ്ങൾക്കിത് എന്നും കൊണ്ടുപോകും വേണം. ഇത് നമ്മുടെ ഗ്രൂമിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, ഇതിനകത്ത് ഞാൻ ഫസ്റ്റായിട്ട് വെക്കുന്നത് എൻ്റെ പാസ്പോർട്ടും പിന്നെ എൻ്റെ കുറച്ച് കമ്പനി റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ്, എമിറേറ്റ്സ് ID അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്ത് വരുന്നത് എൻ്റെ ഒരു സൺഗ്ലാസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ UAE ഇപ്പോൾ താമസിക്കുന്നത്. ഇവിടെ ഒടുക്കത്തെ വെയിലാണ്, അപ്പോൾ നമുക്ക് സൺഗ്ലാസ് മാൻഡേറ്ററി ആണ്. ഐ മീൻ എനിക്ക് വേണം എന്നുള്ളത്, എനിക്ക് അത് വേണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമാണ്. അത് മറ്റൊരു സംഭവം. പിന്നെ ഉള്ളത് ഈ ഒരു വാളറ്റാണ്. ഇത് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന തന്നെയാണ്. ഇതിനകത്ത് ഇത് മെയിൽ ക്യാബിൻ ക്രൂസിൻ്റെ കയ്യിലും കാണും, ഫീമെയിൽ ക്യാബിൻ ക്രൂസിൻ്റെ കയ്യിലും കാണും. ഈ വാളറ്റിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ കമ്പനി തന്നെ നമുക്ക് തന്നിട്ടുള്ള പൈസ, ക്യാഷാണ്. അപ്പോൾ ഈ ക്യാഷ് നമ്മൾ ഓൺ ബോർഡ് സെയിൽസിൽ ഇപ്പോൾ പാസഞ്ചേഴ്സ് ക്യാഷ് വെച്ചാണ് പേ ചെയ്തെങ്കിൽ അവർക്ക് ചേഞ്ച് ആയിട്ട് കൊടുക്കാൻ വേണ്ട ചേഞ്ചും അങ്ങനെ വേണ്ട കുറച്ച് നോട്ട്സും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം ഈ ക്യാഷ് നമ്മൾ ഒരിക്കലും പേഴ്സണൽ യൂസിന് എടുക്കാൻ പാടില്ല. ഇതിൽ കുറവ് വന്നാൽ തന്നെയും ആ കുറവ് വന്നാൽ നമുക്കത് ജസ്റ്റിഫൈ ചെയ്യാൻ ഉള്ള ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതാണ് ഈ ഒരു ചെറിയ ഹാൻഡ് ബാഗിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ വേറെ ചെറിയ എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ എടുക്കാനുള്ള സാധനങ്ങളും നമ്മൾ ഇതിനകത്ത് വെക്കാറുണ്ട്. പക്ഷേ വി ഹാവ് ടു ഓൾവേസ് മേക്ക് ഷുവർ ഈ ബാഗ് എന്തായിരിക്കണം, ഇങ്ങനെ നിറഞ്ഞ് പഫിയായിട്ടിരിക്കാൻ പാടില്ല. എപ്പോഴും ഇങ്ങനെ പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റണം. ആൻഡ് ഇനിയാണ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ ക്യാബിൻ ബാഗ്. അപ്പോൾ ഇങ്ങനെ നോർമൽ ഒരു ക്യാബിൻ ബാഗ് തന്നെയാണ് ഇത്, അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ. ഈ ക്യാബിൻ ബാഗിൽ നിന്ന് പുറത്ത് ഇത് നമ്മുടെയാണ്, ക്രൂവിൻ്റെ ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവമുണ്ട്. ഈ കാണുന്ന ഈ ഒരു ടാഗുണ്ട്. ഈ ഒരു ടാഗ് നമ്മൾ എപ്പോഴും ഈ ബാഗ്, അതായത് നമ്മുടെ ഇതും മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്, ഈ ബാഗിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് പിന്നെ ഇതിൻ്റെ ആവശ്യം, എന്താണ് ഇതിൻ്റെ പുറത്ത് ക്രൂ എന്ന് എഴുതി വെച്ചിട്ട് ഉണ്ട്. കാരണം ഈ ബാഗ് നമ്മൾ ഓവർ ഹെഡ് സ്റ്റോറേജസിലാണ് വെക്കുന്നത്. അപ്പോൾ പാസഞ്ചേഴ്സിൻ്റെ ബാഗും ഈ ബാഗും തമ്മിൽ ബൈ മിസ്റ്റേക്ക് മാറിപ്പോയി പാസഞ്ചേഴ്സ് എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു ടാഗ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചോദിക്കും, പിന്നെ പാസഞ്ചേഴ്സ് നിങ്ങളുടെ ബാഗും എടുത്തിട്ട് പോവല്ലേ? യെസ്, എടുത്തിട്ട് പോവും. വേണമെന്ന് വെച്ചിട്ടല്ല, അറിയാണ്ട് എടുത്തിട്ട് പോകും. ഞാൻ പറഞ്ഞ പോലെ അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ ഒരു നോർമൽ ബാഗാണിത്. അപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. ഒരു പാസഞ്ചർ ഇങ്ങനെ പുള്ളി എൻ്റെ മുമ്പിൽ കൂടിയാണ് ഡിസ്ബാർക്ക് ചെയ്ത് പോയത്. അപ്പം ഞാനിങ്ങനെ സാർ താങ്ക് യു ബൈ എന്നൊക്കെ പറഞ്ഞു വിട്ടു. ഗ്രൗണ്ടിൽ എത്തിയപ്പോൾ ഗ്രൗണ്ട് സ്റ്റാഫ് കണ്ടിട്ട് പറഞ്ഞു, മാഡം നിങ്ങളുടെ ബാഗാണ് ഈ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞിട്ട് പുള്ളി വാങ്ങി വെച്ചിട്ട്
ഞാൻ പോയിട്ട് എൻ്റെ ബാഗ് തിരിച്ചെടുത്തുകൊണ്ട് വന്നു. അന്നെങ്ങാനും പുള്ളി എൻ്റെ ബാഗും കൊണ്ട് പോയിരുന്നെങ്കിൽ എൻ്റെ പാസ്പോർട്ടും പോട്ടെ, ഇൻ കേസ് അൺഎക്സ്പെക്റ്റഡ് ലേവർ ഉണ്ടായിരുന്നെങ്കിൽ ഇടാൻ വെച്ചിരുന്ന പലതും പുള്ളി കൊണ്ടുപോയേനെ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഡ്രസ്സ് പോലും ഇല്ലാണ്ട് അങ്ങനെ ആയിപ്പോയേനെ. അപ്പോൾ അത് കാരണം ഈ ബാഗും ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളും വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഫ്ലൈ ദുബായിയുടെയോ എമിറേറ്റ്സിൻ്റെയോ എയർ അറേബ്യയുടെയോ ഒക്കെ യൂണിഫോം ഇട്ടിട്ട് ഒരു ആൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അത് ഗ്രൗണ്ട് സ്റ്റാഫ് ആണോ ക്യാബിൻ ക്രൂ ആണോ എന്ന് നിങ്ങൾക്ക് അത് അറിയില്ല എങ്കിൽ, ഇഫ് ദാറ്റ് പേഴ്സൺ ഈസ് ഹോൾഡിങ് എ ക്യാബിൻ ബാഗ്, അത് ക്യാബിൻ ക്രൂ ആണ്. ഗ്രൗണ്ട് സ്റ്റാഫിന് ഇങ്ങനെ ഒരു ക്യാബിൻ ബാഗിൻ്റെ ആവശ്യമില്ല, ബിക്കോസ് ദേ ആർ നോട്ട് ഫ്ലൈയിങ്. അപ്പോൾ ഇത് ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാനിപ്പോൾ താമസിക്കുന്ന അൽനാദയിലാണ്. അൽനാദയിൽ ഒത്തിരി ഗ്രൗണ്ട് സ്റ്റാഫും ഒക്കെ ഒരുപാട് പേര്, എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് താമസിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന ഒരു വഴിയാണ് അവരുടെ കയ്യിൽ ഈ ഒരു ബാഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്. ഇനി അടുത്തത്, ഞാൻ എപ്പോഴും നമ്മുടെ ക്യാബിൻ ബാഗിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു സിപ്പ് ഉണ്ടാവില്ലേ, അതിനുള്ളിൽ ഞാൻ വെക്കുന്നത് എപ്പോഴും ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും. അതായത് അത് ബാക്കിയുള്ളതിൻ്റെ ഇടയിൽ കിടന്ന് മിക്സ് ആവാതിരിക്കും. എനിക്ക് ഇങ്ങനെ ഒരു പിങ്ക് കളർ ഫയലുണ്ട്. ഈ ഫയലിനകത്താണ് ഞാൻ എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, അറ്റസ്റ്റേഷൻ, പിന്നെ നമ്മുടെ കയ്യിൽ വേണ്ട ഫോംസ്, ഓപ്ഷണൽ ആയിട്ടുള്ള ഫോംസും മാൻഡേറ്ററി ആയിട്ടുള്ള ഫോംസും ഒക്കെ ഞാൻ ഇതിനകത്താണ് വെക്കുന്നത്. ആൻഡ് ഇത് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബുക്കാണ്, അത് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഈ ബുക്കും മാൻഡേറ്ററി ആണ്. ദിസ് ഈസ് ലൈക്ക് എ ഹോളി ബുക്ക്. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പോയിന്റിൽ നമ്മളിപ്പോൾ സ്റ്റക്ക് ആവുകയാണെങ്കിൽ നമുക്കൊരു ക്വിക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ക്വിക്ക് റെഫറൻസ് ഹാൻഡ് ബുക്കാണ് ആ ബുക്ക് എന്ന് പറയുന്നത്. എന്നും കൊണ്ടുപോകണം. ഇത് അവർ കമ്പനി ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുക. എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബുക്കിനകത്ത് നമുക്കറിയാൻ പറ്റും. നമ്മുടെ റെസ്പോൺസിബിലിറ്റീസിലോ എന്തിലെങ്കിലും ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയാൽ ഇതിനകത്ത് അത് നിർബന്ധമായിട്ട് അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കും. ആൻഡ് അനദർ തിങ് ഇൻസൈഡ് മൈ ബാഗ് ഈസ് മൈ അവൻ ഗ്ലൗസ്. അപ്പോൾ ഇത് കാണുമ്പോൾ ചിലർ വിചാരിക്കും ഗ്ലൗസ് എന്തിനാ, അപ്പം മറ്റു ചിലർ വിചാരിക്കും പിന്നെ ചായയും കറിയും ഫുഡും ഒക്കെ കൊടുക്കുന്നവർക്ക് പിന്നെ ഗ്ലൗസ് വേണ്ടേ. അതെ, ഗ്ലൗസ് വേണം. അപ്പോൾ നമ്മളിങ്ങനെ ഫ്ലൈറ്റിൽ ചോറും കറിയും ഒക്കെ കൊടുക്കാൻ സമയത്ത് നമ്മൾ ഓവനിൽ വെച്ച് ചൂടാക്കുന്നു എടുക്കുന്നു. അപ്പോൾ ആ എടുക്കുന്നു സമയങ്ങളിൽ നമ്മുടെ കൈ പൊള്ളാതിരിക്കാൻ ഇത്രയും കവർ ആവുന്ന രീതിക്ക് ഒരു ഓവൻ ഗ്ലൗസ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതും നമ്മൾ എന്നും നിർബന്ധമായും കൊണ്ടുപോയിരിക്കണം. ഓക്കെ, ആൻഡ് ദെൻ സംതിങ് ഓപ്ഷണൽ. ഇത് ഇപ്പം നിങ്ങൾക്ക് UAE-യിലാണ്, നിങ്ങൾക്ക് 50 ഡിഗ്രി ചൂടിലും നിങ്ങൾക്ക് വെയിലത്ത് സൂര്യൻ്റെ ഇതൊക്കെ കൊണ്ട് സൺറൈസ് ഒക്കെ കൊണ്ട് ഇറങ്ങിപ്പോകാൻ നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ട. എനിക്ക് പ്രശ്നമുണ്ട്, അതുകൊണ്ട് എനിക്കിത് വേണം. ഇതെൻ്റെ കുട. അപ്പോൾ എപ്പോഴും ഞാനിത് നൈറ്റ് ഫ്ലൈറ്റ് ആണെങ്കിൽ മാത്രം ഞാനിത് എടുക്കാറില്ല. ഇനി ഞാനൊരു ഡേ ഫ്ലൈറ്റ് ആണ്, ഒരു ആഫ്റ്റർനൂൺ ആണെങ്കിൽ 100% ഞാനിത് എടുത്തിരിക്കും. അപ്പോൾ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ കയ്യിലുണ്ടാവും ഇതൊരു സംഭവം. ആൻഡ് അനദർ തിങ്, ഓവൻ ഗ്ലൗസ് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് എപ്രോൺ ആണ്. അതായത് നമ്മളിങ്ങനെ വീണ്ടും പറഞ്ഞ പോലെ ചായയും വടയും ഒക്കെ കൊടുത്ത് ഫ്ലൈറ്റിൽ കൂടെ നടക്കുമ്പോൾ ചായയൊക്കെ തെറിച്ച് നമ്മുടെ യൂണിഫോമിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന 2 ഓവൻ ഗ്ലൗസ് ഉണ്ട്. സ്പെയറും നമ്മൾ യൂസ് ചെയ്യുന്നതും ഒക്കെ നമ്മുടെ കയ്യിൽ അന്നത്തെ ദിവസം വേണം. വെരി മാൻഡേറ്ററി, വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇത് നമ്മുടെ ക്യാബിൻ ഷൂസ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾക്കൊരു 12 hour ഫ്ലൈറ്റ്, ഒരു ഫുൾ ഫ്ലൈറ്റ് നമുക്കിപ്പോൾ ഒരു 2 hours നമ്മൾ ക്യാബിൽ നിന്ന് സർവീസ് ചെയ്യുകയാണെങ്കിൽ, ഫോർ മീ പേഴ്സണലി എനിക്ക് ഹീൽസ് ഒട്ടും കംഫർട്ടബിൾ അല്ല. ഞാൻ എൻ്റെ നോർമൽ ലൈഫിൽ ഹീൽസ് യൂസ് ചെയ്യാറുമില്ല. ഓൺലി ഫ്ലൈറ്റ്സ്, അതും ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ഫ്ലൈറ്റ് ആയിരിക്കണം എനിക്ക്. അപ്പം അങ്ങനെ ഉള്ളവർക്ക് ക്യാബിനിൽ വോക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ക്യാബിനിൽ ഇങ്ങനെ നിന്ന് സർവീസ് ചെയ്യുമ്പോഴോ ഒക്കെ ഒരു ഫ്ലാറ്റ് ഷൂസ് ഇടണമെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻ കമ്പനി തന്നിട്ടുണ്ട്. പക്ഷേ ദിസ് ഈസ് ഫോർ പർച്ചേസ്. നിങ്ങൾ തന്നെ പർച്ചേസ് ചെയ്യണം, കാരണം നിങ്ങളുടെ ആവശ്യമാണ്, കമ്പനിയുടെ ആവശ്യമല്ല. നിങ്ങൾക്ക് ഹീൽസ് കമ്പനി ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണം എന്നുള്ളത് കൊണ്ട് ഞാനതൊരെണ്ണം പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഞാനതെന്നും യൂസ് ചെയ്യാറുമുണ്ട്. അതാണ് മറ്റൊരു സംഭവം. ഇനി വരുന്നത് ഈ ഒരു സംഭവമാണ്. ക്യാബിൻ ക്രൂ ജോബ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരുങ്ങിക്കെട്ടി നടക്കുന്ന ഒരു ജോബായിട്ടാണ് എല്ലാവരും അല്ല, എന്നാലും ഇപ്പോഴും പലരും കാണുന്നത്. പക്ഷേ ഒരു കാര്യം ചെറുതായിട്ടൊന്ന് പറഞ്ഞോട്ടെ, ഈ ഒരുങ്ങിക്കെട്ടി നടക്കുക, ചായയും വടയും കൊടുക്കുക എന്നുള്ളത് ചിന്തിച്ചിട്ട് പല പേരൻസും കുട്ടികളെ ഈ ഒരു ജോലി ട്രൈ ചെയ്യാൻ വിടാറില്ല. അതല്ല ക്യാബിൻ ക്രൂവിൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത്. ദ അൾട്ടിമേറ്റ് ജോലി ഈസ് സേഫ്റ്റി.
സേഫ്റ്റി ഓഫ് പാസഞ്ചേഴ്സ് ആൻഡ് സേഫ്റ്റി ഓഫ് ഹൂവർ ഈസ് അറൗണ്ട് യു. നമ്മുടെ ക്രൂ ആയിരിക്കാം, പരസ്പരം ചെക്ക് ചെയ്യണം, പൈലറ്റ്സിനെ ചെക്ക് ചെയ്യണം, എല്ലാവരുടെയും സേഫ്റ്റി മേക്ക് ഷുവർ ചെയ്യുക. എമർജൻസി സിറ്റുവേഷൻസിൽ ഷടപ്പടെ എന്ന് റിയാക്ട് ചെയ്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ക്യാബിൻ ക്രൂവിൻ്റെ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ഇന്നും പലർക്കും അതറിയില്ല. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ 2 മിനിറ്റ് അത് പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഡിഗ്രി ഒന്നും കഴിയാതെയും നിങ്ങൾക്കൊരു ബാക്കപ്പ് പ്ലാൻ ഇല്ലാതെയും ക്യാബിൻ ക്രൂ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇപ്പം നാളെ നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഒരു ക്രൈസിസ്, ഫോർ എക്സാമ്പിൾ കോവിഡ് ടൈമിൽ ഒരുപാട് ക്യാബിൻ ക്രൂസിന് അവരുടെ ജോലി നഷ്ടപ്പെട്ടിരുന്നു. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പം എനിക്കോ നാളെ ആർക്കോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സംഭവിക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങളുടെ കയ്യിലൊരു ഡിഗ്രി വേണം. ഓക്കെ തെന്നി മാറിപ്പോയി. ഇതാണ് എൻ്റെ മേക്കപ്പ് പൗച്ച്. ഇതിനകത്തും എനിക്ക് മേക്കപ്പ്, എൻ്റെ ലിപ്സ്റ്റിക്ക് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. ഇനി ഇതിനകത്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ബിലോ പ്ലീസ്. എന്നിട്ട് പിന്നെ ഇതിനകത്ത് ഏറ്റവും മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, മൈ സ്പെയർ വാച്ച്. അതായത് ഇൻ ഏവിയേഷൻ ടൈം ഈസ് മണി ആൻഡ് ചില സിറ്റുവേഷൻസിൽ ടൈം ക്യാൻ കോസ്റ്റ് യുവർ ലൈഫ്. സോ വാച്ച്, ടൈം ഒക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വാച്ച് വർക്കാവണം, ടൈം അറിയണം, ഇത്ര ടൈമേ ഉള്ളൂ എന്നറിയണം, അതനുസരിച്ച് റിയാക്ട് ചെയ്യണം, അത്രയും ഫാസ്റ്റ് ആയിരിക്കണം നമ്മുടെ റെസ്പോൺസ്. അപ്പോൾ അത് കാരണം അതിന് വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള സ്പെയർ വാച്ചും എൻ്റെ കയ്യിലുണ്ട്. ഇൻ കേസ് എൻ്റെ കയ്യിലിരിക്കുന്ന വാച്ച് വർക്കായില്ല, ഇൻ കേസ് എൻ്റെ ഒപ്പം ഉള്ള ക്രൂവിൻ്റെ വാച്ച് വർക്കായില്ല ആൻഡ് ഷീ ഡോണ്ട് ഹാവ് എ സ്പെയർ വാച്ച്, ഐ ഹാവ് മൈൻ, ഞാൻ എൻ്റെ കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ അതുണ്ട്. പിന്നെ അനദർ ഓപ്ഷണൽ തിങ്, ഇതിനകത്ത് ഞാൻ എൻ്റെ പെർഫ്യൂം, എൻ്റെ മറ്റേ സ്കിൻ കെയർ, പിന്നെ എൻ്റെ ഹെയർ കെയർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഞാൻ വെക്കും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചാൽ മതി. നിങ്ങൾ ഫ്യൂച്ചറിൽ ക്യാബിൻ ക്രൂ ആകുമ്പോൾ, ഈ വീഡിയോ കാണുന്നവരിൽ പലർക്കും ക്യാബിൻ ക്രൂ ആവാൻ ഇഷ്ടമുള്ളവരായിരിക്കും. അല്ലാത്തവർ ഇങ്ങനത്തെ വീഡിയോസ് കാണുമോ എന്ന് ചോദിച്ചാൽ എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ ചിലപ്പോൾ കാണുമായിരിക്കും, ഇല്ലെങ്കിൽ എപ്പോഴയോ സ്കിപ്പ് അടിച്ച് പോയി കാണും, എനിക്കറിയാം. ഞാനാണെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു ബാഗിൻ്റെ അകത്ത് വരുന്നത് എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു സംഭവമാണ്. എൻ്റെ സ്പെയർ യൂണിഫോം, കാഷ്വൽ ഡ്രസ്, നൈറ്റ് വെയർ, ടൈറ്റ്സ്, പിന്നെ ഇന്നേഴ്സ്, ഇതൊക്കെയാണ്. അതായത് ഓൾ ദീസ് തിങ്സ് ആർ ഫോർ അൺഎക്സ്പെക്റ്റഡ് ലേ ഓവർ. ഈ മേക്കപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കാരണം നമുക്ക് ആ കൺട്രിയിൽ തന്നെ, അതായത് ഇന്ന് പോയി തിരിച്ചു വരാൻ ഉദ്ദേശിച്ച ഫ്ലൈറ്റിൽ എനിക്ക് ഇന്ന് തന്നെ തിരിച്ചു വരാൻ പറ്റുന്നില്ല, മേ ബി ആഫ്റ്റർ 2 days അല്ലെങ്കിൽ ആഫ്റ്റർ 3 days ഞാൻ തിരിച്ചു വരുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാൻ എങ്ങനെ എന്ത് ഡ്രസ്സ് ഇടും? യൂണിഫോം തന്നെ ഇട്ട് 10 ദിവസം നിൽക്കാൻ പറ്റുമോ? ഇല്ല, 10 ദിവസമൊന്നും ഉണ്ടാകാതിരിക്കട്ടെ, പക്ഷെ ഉണ്ടായിട്ടുണ്ട് ആ വാറിൻ്റെ ടൈമിൽ. അപ്പോൾ ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. ഓക്കെ, ഇതാണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് ഇതിനകത്ത് വെരി ഓപ്ഷണൽ, പക്ഷേ ഇതിനകത്ത് മിക്കുള്ള ക്രൂവിൻ്റെ കയ്യിലും കാണുന്നൊരു സംഭവം. എൻ്റെ കയ്യിൽ ഇത് ചെറുതാണ്, വലിയതൊക്കെ ഉള്ള ക്രൂ ഉണ്ട് കൊണ്ട് നടക്കുന്ന. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു ഹോട്ട് വാട്ടർ ബാഗാണ്. ഇതെന്തിനാണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഹോട്ട് വാട്ടർ ബാഗ് നമ്മളെന്തിനാണോ യൂസ് ചെയ്യുന്നത് അതിനുള്ള സംഭവം. ഓക്കെ, പിന്നെ ഞാൻ വെച്ചിട്ടുള്ളത് ഒരു മൗത്ത് സ്പ്രേ. സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കണം ഭയങ്കര ബോറാണ്, ആരുമില്ല. പക്ഷെ നമുക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് എന്തും പറയാം. അത് കാരണം ഇങ്ങനെ ഓരോ പൊട്ടത്തരങ്ങൾ കാണിക്കുന്നു. പിന്നെ ഇതൊരു ബക്കറ്റാണ്. അതായത് കണ്ടോ, ബക്കറ്റ് ചുമ്മാ ഇതൊരു കപ്പാണ്. വെള്ളം കുടിക്കാൻ എന്തെങ്കിലും ആവശ്യം വന്നാൽ, അല്ലെങ്കിൽ വെള്ളം കുടിക്കാനോ ഇപ്പം എന്തെങ്കിലും ആവശ്യത്തിന് വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോട്ട് എ മെൻസ്ട്രൽ കപ്പ് അല്ല ഇത്. ഓക്കെ, പിന്നെ ഇതൊരു ബ്രഷാണ്. പിന്നെ ഇതിനകത്തൊരു സോപ്പും ഉണ്ട്. വേണമെങ്കിൽ ഇനി ഫ്ലൈറ്റ് വെച്ചിട്ട് എനിക്ക് കുളിക്കാൻ തോന്നിയാൽ കുളിക്കാൻ.
ചുമ്മാ അതിനൊന്നുമല്ല. ഇതൊക്കെ ഞാൻ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് കരുതിയിട്ട് ഞാൻ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇങ്ങനത്തെ ആവശ്യങ്ങളൊന്നും എനിക്ക് വരാതിരിക്കട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞാനും പ്രാർത്ഥിക്കാം. അപ്പം അത് കഴിഞ്ഞു. പിന്നെ ചായയും കാപ്പിയും ഒന്നും കുടിക്കില്ലെങ്കിലും ഞാനൊരു ഒരു കോഫി കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉപയോഗിക്കാം. എന്താണോ ആവശ്യം അറിയില്ല, എന്തെങ്കിലും വന്നാൽ നമുക്കപ്പോൾ ഉപയോഗിക്കാം. ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ ഇതെനിക്ക് ഫ്രീ കിട്ടിയതാണ്. പക്ഷെ ഇത് എൻ്റെ ബാക്കിയുള്ള ഈ ഓർഗനൈസേഴ്സിന് മാച്ചിങ് സെയിം കളറിൽ എനിക്ക് ഫ്രീ കിട്ടി. ഇതിനകത്തുള്ള സിലിക്ക ജെല്ല് പോലും ഞാൻ ഇതുവരെയും മാറ്റിയിട്ടില്ല, ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതാണ് സത്യം. പിന്നെ അവസാനമായിട്ട് ഇതിനകത്ത് എൻ്റെ ഒരു ജാക്കറ്റ് ഉണ്ട്, അത് ഞാൻ കാണിക്കുന്നില്ല. ജാക്കറ്റ് എന്തിനാണ് വെച്ചേക്കുന്നത് വെച്ചാൽ, ഈ ജാക്കറ്റ് ദിസ് ഈസ് പാർട്ട് ഓഫ് അവർ യൂണിഫോം, പക്ഷേ എന്നും യൂസ് ചെയ്യണ്ട. അതായത് ഡ്യൂറിങ് സമ്മർ യൂസ് ചെയ്യണ്ട, ബട്ട് നമുക്ക് എപ്പോഴും ഇത് വേണം. ഔട്ട് സ്റ്റേഷനിൽ നമ്മളിത് യൂസ് ചെയ്യണം. ഔട്ട് സ്റ്റേഷനിൽ ഇപ്പം നമ്മൾ എയർപോർട്ടിലൂടെ നടക്കുകയാണെങ്കിലും എന്തിനെങ്കിലും പുറത്തിറങ്ങുകയാണ്, എയർക്രാഫ്റ്റിന് പുറത്തിറങ്ങുകയാണെങ്കിൽ വി ഷുഡ് ഹാവ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് എൻ്റെ ബാഗിൻ്റെ അകത്ത് വെച്ചുകൊണ്ട് പോകണം. അതാണ് സംഭവങ്ങൾ. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഈ ബാഗും തൂക്കി ഞാൻ നടക്കുമ്പോൾ ഇതുവരെയും ഇതിനകത്ത് എന്താണെന്ന് അറിയാത്ത പലർക്കും വേണ്ടി ആണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അങ്ങനെ അവർക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. പല എയർലൈൻസിൻ്റെ റിക്വയർമെൻറ്റ്സ് പലതാണ്, പക്ഷെ എന്നാലും കോമൺ ആയിട്ട് കുറേ കാര്യങ്ങൾ സെയിം ആണ് ഞാൻ ഈ കാണിച്ചതിൽ. പലരുടെയും വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഇതുവരെ കണ്ട് എത്തിയെങ്കിൽ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ കയ്യിൽ ഇനിയൊരു ബാഗും കൂടി ഉണ്ട്, വേണമെങ്കിൽ ഞാൻ അതുമായിട്ട് തിരിച്ചു വരാം. വേണമെങ്കിൽ പറഞ്ഞാൽ മതി അതിലെന്താണുള്ളതെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണണമെങ്കിൽ. പ്ലീസ് ഡു കമന്റ് ബിലോ. കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. താങ്ക് യു. ബൈ.